ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുന്നു. അതിൽ സംഘർഷമുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ എനിക്ക് തോന്നുന്നു ബി ജെ പി നേതാവിന്റെ കാല് കഴുകിച്ചിരുന്നു വിദ്യാർത്ഥികളെ. അതുമായി ബന്ധപ്പെട്ട ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ പ്രതിഷേധമെന്ന് തോന്നുന്നു. അധ്യാപകർ കഴിഞ്ഞ് ഇപ്പോൾ ബി.ജെ.പി. നേതാവിന്റെ കാലിൽ കഴുകി അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നൂറനാടാണെന്ന് തോന്നുന്നു ആ ഒരു സംഭവം ഉണ്ടായത്. അത് വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ്. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾ മറച്ചിടുകയാണ് പ്രവർത്തകർ. മറച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് പരമാവധി പ്രതിരോധിക്കുന്നുണ്ട്. പാദപൂജാ വിവാദത്തിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആ സ്കൂളിലേക്ക് നടക്കുന്നത്. ഗുരുപൂർണിമ ചടങ്ങുകളുടെ ഭാഗമായി മാവേലിക്കര വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലായിരുന്നു അധ്യാപകർക്ക് പുറമെ ബി.ജെ.പി. ജില്ലാ സെക്രട്ടറിയുടെയും പാദപൂജ നടത്തിയത്. അനധ്യാപകനായ അനൂപ് മാനേജ്മെന്റ് പ്രതിനിധി എന്ന പേരിലാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. സ്കൂളിലെ 101 അധ്യാപകരുടെ പാദപൂജയാണ് നടന്നത്. അതിൽ ഇപ്പോൾ അനൂപ് അദ്ദേഹം അനധ്യാപകനെന്ന് മാത്രമല്ല, അദ്ദേഹം ബി.ജെ.പിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയാണ് കെ അനൂപ്. കുട്ടികൾ ബഹുമാനം കൊണ്ട് ചെയ്തതാണെന്നും അതിനെ പാദപൂജ എന്ന് വിളിക്കരുതെന്നും ഒക്കെ അനൂപ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. പക്ഷേ അനധ്യാപകനായ അനൂപ് മാനേജ്മെന്റ് പ്രതിനിധി എന്ന രീതിയിൽ പങ്കെടുത്തു. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, എങ്ങനെയാണ് പ്രതിഷേധം? സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങൾ പിന്നീട് എന്തെങ്കിലും ഉണ്ടായോ? എന്താണ് വിവരം? ഗുരുപൂർണിമ ദിനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന പാദപൂജ നടന്നത്. അധ്യാപകരോ മുൻ അധ്യാപകരോ അല്ല, അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബി.ജെ.പി. നേതാവിന്റെ പാദപൂജ ചെയ്തതാണ് വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ ഡിവൈഎഫ്ഐ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇതിനെ ചെറുക്കാനായിട്ട് ബി.ജെ.പി. പ്രവർത്തകർ സംഘടിച്ചത് ചെറിയ രീതിയിൽ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രകടനം സ്കൂളിലേക്ക് നടന്നത്. ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ചെറിയ സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അന്ന് തന്നെ ഡിവൈഎഫ്ഐ ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. കാരണം സർവകലാശാലയിലടക്കം RSS അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഗവർണർ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് കേരളത്തിൽ RSSന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘപരിവാർ സംഘടനകളുടെ അധീനതയിലുള്ള സ്കൂളുകളിൽ ഇത്തരത്തിൽ ഗുരുപൂർണിമയുടെ ഭാഗമായി പാദപൂജ നടത്തുന്നത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ വാദം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ സ്കൂളിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പോലീസ് ബാരിക്കേഡുകളിൽ വെച്ച് പ്രതിരോധിക്കുകയാണ്. ഗുരുപൂർണിമ ദിനത്തിലെ പാദപൂജ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ആലപ്പുഴയിൽ ഗുരുപൂജ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിപ്പിച്ചവരിൽ ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഭാരതീയ വിദ്യാനികേതൻ കീഴിലുള്ള മാവേലിക്കര ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗുരുപൗർണിമ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് കുട്ടികളെ കൊണ്ട് അനധ്യാപകനായ ബി.ജെ.പി. നേതാവിന്റെ കാല് കഴുകി പൂജിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനൂപിന്റെ കാലാണ് വിദ്യാർത്ഥിയെ കൊണ്ട് പൂജിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ സ്കൂളിന്റെ ഔദ്യോഗിക പേജിലുമൊക്കെ ഈ ദൃശ്യങ്ങളും ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവം വലിയ വിവാദമായത്. അതിന് പിന്നാലെ പോസ്റ്റും ആ ചിത്രങ്ങളുമൊക്കെ പിൻവലിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൽ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം ആയി രംഗത്ത് വരികയാണ്. ഇന്നലെ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചിരുന്നു. സ്കൂളിലേക്കാണ് ഇപ്പോൾ വിവേകാനന്ദ സ്കൂളിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാലുകളിൽ പാൽ, പനിനീർ, ജലം എന്നിവ കൊണ്ട് കഴുകി സിന്ദൂരം, ചന്ദനം എന്നിവ ചാർത്തി പുഷ്പാർപ്പണം നടത്തിയിരിക്കുകയായിരുന്നു. വിരമിച്ച അധ്യാപകരുടെ കാലുകൾ സ്കൂളിലെ നിലവിലെ അധ്യാപകരും പൂജിച്ചതായും വ്യാസപൂർണിമ ദിനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ചയായിരുന്നു ഈ പരിപാടി ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാറ്റുകയായിരുന്നു.
ഉലയ്ക്കാൻ